ഇങ്ങനെ ഡൈവോഴ്സ് വെച്ചോ കൊടുക്കോ? എനിക്ക് തയ്യാറാണ്. ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് തല്ലും കൊണ്ട് ഇങ്ങനെയുള്ള സംശയം അത് തന്നെയല്ല. ഇങ്ങനത്തെ മനസ്സ് ഇപ്പോഴും ശരിയായിട്ടില്ലെന്ന് എനിക്ക് കഴിഞ്ഞ മാസം എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ഒരു മാസം മുമ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ലാബിൽ ചെന്നിച്ച് എൻ്റെ തൊട്ടടുത്ത് ലാബുണ്ട്, അവളോട് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വിളിച്ച് എന്നോട് ഇങ്ങനെ ക്ഷമയൊക്കെ പറഞ്ഞു. ചിലപ്പോൾ കുറേ നാൾ വിളിച്ച് കഴിയുമ്പം എൻ്റെ മനസ്സിന് ചിലപ്പോൾ മാറുമായിരിക്കും കേട്ടോ ഞാൻ അവളോട് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും തിരിച്ചിങ്ങനെ പറയേണ്ട വന്നില്ലേ. അന്നേരം എന്നോട് എന്നാ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങേരുടെ മനസ്സിന് ഇപ്പോഴും വ്യത്യാസം വന്നില്ല. ഇത് ഒരു മാസം മുമ്പ്, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ പോട്ടെ, ഇത് ഒരു മാസം മുമ്പ് നടന്ന കാര്യം ഇത്. എല്ലാം മാറിയിട്ട് അങ്ങേരെല്ലാം മാറി, നിങ്ങൾക്ക് അങ്ങനെ മാറിയാൽ എനിക്കറിയാം. കാരണം അങ്ങനെ ഇത് രാമപുരത്തെ SI മോഹൻ സാറോ 2-3 പ്രാവശ്യം ഈ പ്രശ്നം പരിഹരിച്ച് വിട്ടതാ. വെളിയന്നൂരിലത്തെ ശോഭാനാരായണൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ്, രാമകൃഷ്ണൻ പ്രസിഡന്റ് ഇപ്പം മാറി. ഇവർ വന്ന് നെടുങ്കണ്ടത്ത് താമസിച്ചു വന്നപ്പോൾ അവിടുന്ന് സ്കൂളിലെ സാർമാർ വന്ന. ഇതൊക്കെ ഞാൻ നുണ പറഞ്ഞല്ലേ, ഇതിനൊക്കെ തെളിവോടെയുണ്ട്. കുട്ടികളൊക്കെ ഇയാളോട് വലിയ സ്നേഹമല്ലേ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞില്ല, കാരണം അപ്പൻ അങ്ങനെ തന്നെയാണ്. പൊക്കോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പനും അമ്മയുടെ അടുത്തുള്ള കാര്യങ്ങൾ നടന്നോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പം ഞാൻ തടസ്സം പറഞ്ഞിട്ടുമില്ല പിള്ളേരോട്. ആദ്യമൊക്കെ ഇച്ചിരി വിലക്കുമായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം ഞാൻ അമ്മച്ചി കാരണം ഞങ്ങൾക്ക് അച്ചാച്ചി ഇല്ലെന്നോ പറയരുതെന്ന് പറഞ്ഞു ഞാൻ പിള്ളേരോട് പൊക്കോളം പറഞ്ഞു. അപ്പം വേണമല്ലോ ഇവർക്ക് പോവാം. എനിക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്താ അങ്ങനെ എന്താ ചെയ്യേണ്ടത് പറ. അങ്ങനെ എന്നാ ചെയ്താലും മനസ്സും അങ്ങനെ ശരിയായില്ല. എങ്ങനെ മാറണമെന്ന് പറ. എങ്ങനെ മാറണമെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞാൽ ഇതുപോലെ കാരണം രാമപുരത്ത് കൊടുത്തപ്പം 15 ദിവസം ചെന്ന് അവിടെ ഒപ്പിട്ട് കൊടുത്തോണ്ട് 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി പോലീസുകാരല്ല എൻ്റെ ജീവിതം നിയന്ത്രിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ പോയിട്ടുമില്ല. ഇനി എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് തീരുമാനം എടുത്താൽ എന്നെ അറിയിച്ചിട്ട് ജീവിക്കാമെന്ന് സാറ് പറഞ്ഞിട്ടുമുണ്ട്. ഈ സ്കൂള് തുറന്ന ഇടയ്ക്ക് ജൂൺ ജൂലൈ മാസത്തിലാന്ന് തോന്നുന്നു എൻ്റെ അമ്മാവനും അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുക്കനും കൂടെ കൂടി, വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ അമ്മയുടെ അടുത്തുള്ള ഇവനും കൂടെ കൂടിയാണ് ആലയിൽ ഒരു ദിവസം ചെല്ലുക. ഈ അമ്മാവൻ എന്നെ വിളിച്ച് പറഞ്ഞാണ് ഒരാഴ്ച മുമ്പ് അമ്മാവനും കൂടെ എന്നെ വന്നിച്ച് കുറേ ഉപദേശമൊക്കെ തന്നു. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ചെന്ന് ചോദിക്കാം, ഇങ്ങനെ നിന്ന് പോയാൽ ശരിയായാലെന്നും പറഞ്ഞേച്ച് നമ്മൾ പറയാമെന്നും പറഞ്ഞാൽ ഇവർ പോയി. അത് കഴിഞ്ഞാണ് ഇവർ ആലയിട്ട് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പറിച്ചിട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഇനി അവളെ എൻ്റെ കൈ കിട്ടി ഞാൻ ജീവനോടെ വെച്ചേക്കാലെന്ന് പറഞ്ഞോ. അമ്മാവനോട് പറഞ്ഞു. അമ്മാവനല്ല എന്നോട് പറഞ്ഞത്. അമ്മാവൻ പറഞ്ഞു അമ്മാവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ നിർബന്ധിച്ച് വിട്ടിട്ട് പിന്നെ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകാൻ തയ്യാറല്ലെന്ന് അമ്മാവൻ എന്നോട് പറഞ്ഞു. ഞാൻ മറ്റേ കുഞ്ഞിന്നാണ് വിളിക്കുന്നത് തന്നെ. അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൂചനയാവും അവിടെ നിന്ന് കടയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. നിന്നോട് പറയുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം ചോദിച്ച് ഞാൻ മനസ്സിലാക്കി. ഞങ്ങളായിട്ട് ഇനി പറഞ്ഞു വിട്ടിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സൂചനയോട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത കുറേ ആളുകളുണ്ട്. ഇത് പിന്തിരിപ്പിക്കാൻ ഒരു ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഈ ഫോൺ ചെയ്ത് തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അതെനിക്ക് തിരിച്ചറിയുകയും ചെയ്യാം. കുറെ അധികം ആളുകൾ ഇതിന്റെ പിന്നിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 വർഷമായി തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് അരിക്കരെ വന്ന് ആരോട് വേണേലും വന്ന് ചോദിച്ചു. എൻ്റെ വീടിനടുത്ത് വന്നവരും ചോദിച്ചു. ഞാൻ ചീത്ത പറഞ്ഞവരോട് ചോദിക്കരുത്. അയാൾ സംശയമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞവരോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എൻ്റെ കുറ്റേ പറയുള്ളൂ. അല്ലാതെ ഉള്ള മനുഷ്യരോട് ചോദിച്ചു, അപ്പോൾ അവർ പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 വർഷം കൊണ്ട് ഇനി ഇത്രയും കട്ടിയുള്ള പണി ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ലായിരുന്നു. പുഷ്പാകരൻ പറഞ്ഞതെല്ലാം കേട്ടു, ആശ പറയുന്നതും കേട്ടു. ആശ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് ഭയങ്കര നമുക്ക് തന്നെ പേടി തോന്നുന്നു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു ആണുങ്ങളെ ഇങ്ങനെ സംശയവും മടിയും ഇതൊക്കെ ശരിയല്ല കേട്ടോ, ഒരിക്കലും ശരിയല്ല. ശരി, എന്തായാലും ആശയുടെ അപ്പച്ചി വന്നിട്ടുണ്ട്, അതും കൂടെ കേട്ടിട്ട് അദാലത്തൊരു തീർപ്പെടുക്കട്ടെ. ആശയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല തിരിച്ചു പോകാനായിട്ട്. അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷേ പേടിയാ ആശയ്ക്ക്, അല്ലേ? എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കാൻ നേരത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവമൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ കൊച്ചിൽ തുടങ്ങിയപ്പോഴേ എനിക്ക് അറിയാം അവളെ കൊണ്ട് കുഴപ്പമുള്ളൊരു കുട്ടിയല്ല. അത് കല്യാണത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇവരാദ്യം കാണുന്നത്. ഇവർ 2 പേരും അങ്ങനെ 4 ദിവസം കൊണ്ടുള്ള പരിചയം ഇവർ തമ്മിലുള്ളൂ. അപ്പം വീട്ടിൽ വന്ന് പുഷ്പം നേരിട്ട് വന്ന് ചോദിച്ചു. അപ്പം പുഷ്പൻ തനിച്ചാണോ വന്നത്? പുഷ്പൻ തനിച്ചാണ് വന്നത്. ഒരു വീട്ടിൽ ആരുമില്ല, വലിയ ആൾക്കാർ ആരും വന്നില്ല. പുഷ്പൻ വേറൊരു ജാതിയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം പുഷ്പന് ആശേനെ കല്യാണം കഴിക്കണം, ആശയ്ക്ക് പുഷ്പനെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പുഷ്പൻ്റെ വീട്ടിൽ പോയി.
പുഷ്പം വന്ന് കൂടെ ശല്യം ചെയ്യണം, കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഓണം കുന്നക്കാവ് ഞങ്ങളുടെ കൂത്താരോടത്ത് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിക്കൊടുത്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് രാമൂരത്ത് പോയി രജിസ്ട്രേഷൻ ചെയ്തു. അതിനുള്ള സംഭവം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ വന്നത് ഇവള് ഇങ്ങനെ വഴക്ക് കൂടി ഒത്തിരി പീഡനങ്ങൾ ഉണ്ടെന്നായിരുന്നു ഞങ്ങളുടെ അറിവ് കിട്ടിയത്. ആനക്കല്ല് എന്ന സ്ഥലത്ത് അവിടെ താമസിച്ചു. പറഞ്ഞ അറിഞ്ഞത് പീഡനമുണ്ട്. ആശ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ആശ വരുമ്പോൾ പറയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യും. അത് കാരണം എന്ന് പിന്നെ മുഴുവൻ പറയാൻ ഞാൻ സഹിക്കുക. ഞാൻ തന്നെ കണ്ടുപിടിച്ച ബന്ധമല്ല, ഞാൻ തന്നെ സഹിച്ചു. അന്ന് കുഞ്ഞുങ്ങൾ പിള്ളേരാ. എന്നിട്ട് ഓരോ ദിവസം ഓണത്തിന് വന്നപ്പം ഇവള് വീട്ടിൽ നിന്ന് കഞ്ഞിക്കുഴിക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട് പോയി. എന്നിട്ട് ഇവിടെ ആലുവായ്ക്ക് ഒരാശ്രമത്തിലേക്കാണ് പോയത്. അപ്പോൾ ആ പിള്ളേരെയും കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് കൊണ്ട ഒരു വിഷയപ്പെടുന്ന സാധനമൊക്കെ അതൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ ചെല്ലണം സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ആശ അങ്ങ് പോന്നിട്ടുള്ളതാണ്. പിന്നെ ആശയാണെങ്കിൽ അവിടെ ആശ്രമത്തിൽ എന്തിനാ പോയത്? അപ്പം ഇവൻ്റെ കൂടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചേർന്നോ? അവിടെ ചേരാനായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം അങ്ങനെ കൂടി ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഒരു മാസം താമസിച്ചു. എന്നിട്ട് ഇവൻ്റെ അച്ഛനും അമ്മയും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെല്ലാം കൂടെ വന്ന് മധ്യസ്ഥ കൂടി തീരുമാനിച്ചു. ആശ പോയില്ലായിരുന്നു. ഇനി എന്നെക്കൊണ്ട് കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ട് നോക്കിക്കോളാം, എനിക്ക് പറ്റിപ്പോയെന്നും പറഞ്ഞ് കൊണ്ടുപോയി പറഞ്ഞു വിട്ട് കഷ്ടിച്ച് ഒരു മാസം പിന്നെ ഇത് തന്നെ കാര്യമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ജോലിച്ച് ജീവിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ആങ്ങളെ 5 സെൻറ്റ് സ്ഥലം കൊടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. എന്നും മഴക്ക അയലോക്കംകാർക്ക് കേൾക്കാം തെറിയും ചീത്തയെല്ലാം പറയണത്, ഭാഗത്തിൻ്റെ ഓടിച്ചെണ്ണൊക്കെ അയലോക്കംകാർക്കുള്ളവർക്ക് കേൾക്കായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം ആശ ഓടി എൻ്റെ ചാച്ചനും അമ്മയും തന്നെ അവരുടെ വീട്ടിലേക്ക് വന്നു. എനിക്ക് ഞാൻ പോയില്ല, എന്നെ ഇങ്ങനെ കൊല്ലാൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് ആശ പോകുന്ന 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത്രയും നിങ്ങളൊരു വാക്കത്തി കൊണ്ട് ചാച്ചനെയൊക്കെ വെട്ടാനായിട്ട് വന്നു. ഇയാൾ വന്നു. സത്യമല്ലാതെ ഒരു നുണേ ഞാൻ പരമേടത്തിൻ്റെ ഇല്ലെന്നേ. വാക്കത്തിയായിട്ട് എന്തിനാ പോയത്? അതിന് മറുപടി വാക്കത്തി വലിച്ചെറിഞ്ഞു. ഇത് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് ഇതുവേള അങ്ങോട്ടാ പോയെന്ന് നോക്കി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, രാത്രി കാണുന്നില്ല. അന്ന് ഒരു കുപ്പി ബ്രാൻഡി വീട്ടിൽ മേടിച്ച് വെച്ച് കുടിച്ചോണ്ടിരിക്കുക. ഞായറാഴ്ച ദിവസമായിരുന്നു. എന്നോട് കുറച്ച് കുടിച്ചു. ഞാൻ പറഞ്ഞു കുടിക്കരുത്, ഞാൻ ഒരിക്കലും പറഞ്ഞു നിങ്ങൾ കുടിച്ചോ. കിടക്കാൻ നേരത്ത് കുടിച്ചു, എന്തോരം വെള്ളം കുടിച്ച് കിടന്നു. പിന്നെ ഒച്ചയൊന്നും ആർക്കും കേൾക്കുകയല്ലോ. ഞാൻ വിറക് അവിടെ കുറച്ച് പാറ ഇടാണ്. ആ പാറ ഒരു വാക്കത്തി വെച്ച് വിറക് മുട്ടിക്കൊണ്ട് എന്നോട് കുറച്ച് വെള്ളം എടുത്തുണ്ട്. ആവശ്യത്തിന് കുടിച്ചിട്ടുണ്ട്. പാറയുടെ സൈഡിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. വെള്ളം എടുത്തുണ്ടാകുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു. വേണ്ട എടുത്തുകൊണ്ട് കുടിച്ച് വെച്ച് ഇരുന്നോളം പറഞ്ഞു. നിന്നെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വരാമെന്ന് ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്കത്തി ഇട്ടേച്ച് താഴെ കുറച്ച് സ്ഥലം വീട്ടിലോട്ട് പോയില്ലായിരുന്നു. കുറച്ച് വട്ടം ചുറ്റി വന്ന് ഇപ്പറേ വന്നിരുന്നു. വീടിൻ്റെ ഇങ്ങേ സൈഡിൽ വന്നിരുന്നു. അന്നേരം ഒരു 6 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇരുട്ടായില്ല. ആ പ്രശ്നത്തിനാണ് അത്. പിന്നെ അവിടെ കിടന്ന് ഞാൻ വാക്കത്ത് കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് കുപ്പിയിൽ മൊത്തം കുടിയും കഴിഞ്ഞേച്ചാണ് എന്നെ വിളിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഈ വിളിക്കണത് എൻ്റെ അമ്മ താഴെ നിന്ന് കേട്ടു. ഇവർ കയറി വന്നു. എൻ്റെ വല്യച്ഛനും അമ്മയും കൂടെ കയറി വന്നു. അവിടെ കിടന്ന് അവൻ ആശേനെ വിളിക്കുന്നുണ്ട്. ആശ എന്ത് ചെയ്യുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പുറം മാറിയിരിപ്പുണ്ട്. അപ്പോൾ ഈ വാക്കത്തിയും കേൾപ്പിച്ചിരിക്കുന്ന പിള്ളേരും ഇങ്ങനെ കൂടെ ഉണ്ട്. എന്നാലും ഇവർ കയറി ചാച്ചനും അമ്മയും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും. വാക്കത്തി പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമോ. ചാച്ചൻ നല്ല പ്രായമായതായിരുന്നു. 80 വയസ്സായ ചാച്ചനാ. ഈ വാക്കത്തി വെച്ചിട്ട് വിട്ടുകൊടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ എന്നാ നോർത്തുകൊണ്ട് ഞാൻ ചാച്ചനെ അമ്മേനെ കൂടെ താഴേക്ക് ഇറക്കി വിട്ട് വെച്ച് അവിടെ വന്നു. അപ്പോൾ നല്ല തെറിയും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് ശരിയായി എന്ന് വെച്ച് ഞാൻ ഇറങ്ങിപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി. പിള്ളേർ വളഞ്ഞ് ചുറ്റി ഇറങ്ങി വന്നു. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്യുന്നത് കാണാത്തതുകൊണ്ട് നേരെ വീട്ടിലോട്ട് ഇറങ്ങി വന്നിച്ച് വാക്കത്തിയായിട്ട് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഇത് ഒരെണ്ണത്തിന് ഞാൻ ബാക്കി വെച്ചേക്കായിരുന്നു പറഞ്ഞാണ് അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരുന്നത്. ഇനി അദാലത്തിൽ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്നുള്ളത്. ആശ ഒരു കാര്യം ആലോചിക്കണം. ഒരു ഭാര്യ ആണോ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. മോക്ക് 15 വയസ്സ്, 13, മോന് 15 വയസ്സ്, ഇളയ കൊച്ചിന് 13 വയസ്സ്. ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണം, പഠിപ്പിക്കണം, ജോലിയാക്കണം, സ്വന്തം നിലയിൽ ജീവിക്കാനെ പ്രാപ്തരാക്കണം. വേണമല്ലോ. അമ്മ മാത്രം വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. അച്ഛൻ കൂടെ വേണമല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിയല്ല. ഇല്ല, ഇങ്ങനെ പറയാം നിൽക്ക്. ഇങ്ങനെ സാഹചര്യത്തിൽ പറ്റത്തില്ല. പക്ഷേ ഈ അച്ഛനും അമ്മയും കൂടെ നിന്നല്ല മക്കൾ നന്നായി വളരുമോ? അവരെ സംരക്ഷിക്കാൻ ഒരു കരം മാത്രം പോരാല്ലോ, അച്ഛൻ്റെ കരം കൂടെ വേണമല്ലോ. അപ്പം നമ്മൾ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനും നോക്കണം. അല്ലാതെ ഈ ബന്ധം ആശയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 37. ജീവിതം ഇനി ഒരുപാട് മുമ്പോട്ടുണ്ട്.
ഉണ്ടല്ലോ. ഇപ്പം തന്നെ ആശ പറയുന്ന ഒറ്റയ്ക്ക് ജീവിച്ചാൽ പല പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അയാളുടെ ഭാഗത്ത് കുറച്ച് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് പോകുന്നതല്ലയോ നല്ലത്? എനിക്ക് ഇനി താല്പര്യമില്ല. ഇല്ല, താല്പര്യം ഇല്ലെന്ന് പറയരുത്. മനസ്സിലാക്ക്, പരിഹരിക്കാൻ പറ്റാത്ത തെറ്റുകൾ അയാളുടെ ഭാഗത്തില്ല. നിങ്ങൾക്ക് ഇവരെ രണ്ടിനെയും കൊണ്ട് ഒരു മെഡിക്കൽ ഡോക്ടറുടെ അടുത്ത് പോകാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റില്ല. ആശയ്ക്ക് നിങ്ങൾക്ക് രണ്ടുകൂടെ പോകാൻ പറ്റുമോ? ഞാൻ വരികയില്ല. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടോ? ഒരു കുടുംബം ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ നമുക്ക് തോന്നുന്നു ഇത് ഞാൻ മെഡിക്കൽ കൗൺസിലിംഗിന് കൊണ്ടുപോയിട്ട് പുള്ളിക്കൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകട്ടെ, അന്നേരം ഞാൻ ചെയ്യാം. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പോകണം. അത് രണ്ടുപേരും കൂടെ പോകണം. എനിക്ക് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുടുംബം സേവ് ചെയ്യണ്ടേ? ജീവിതത്തിൽ ഒരു ത്യാഗം ചെയ്യാൻ അവർക്ക് സന്നദ്ധമല്ല. അല്ല, അത് പറയരുത് പുഷ്പാകര. നിങ്ങളുടെ ഭാഗത്താ കൂടുതൽ തെറ്റുണ്ടായേക്കുന്നത്. ഞാനത് അംഗീകരിക്കുന്നുണ്ട് മാഡം. അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഇത് എല്ലായിടത്തും ചെല്ലുമ്പോൾ അംഗീകരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, പഞ്ചായത്തിൽ ചെന്നപ്പോഴും, മറ്റു സ്കൂളിൽ നിന്ന് സാറുമാരോട് വരുമ്പോഴും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ചിട്ട് കാര്യമാകില്ല. അനുഭവിച്ചത് ഞാനാണ് അവിടെ കിടന്നത്. കൊച്ചെ, അനുഭവിച്ചത് വരട്ടെ. പക്ഷെ ഇനിയും നമുക്ക് ജീവിക്കണം. ജീവിതം മുമ്പോട്ടാ കിടക്കുന്നത്. ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിക്കാതെ ഇനി മുമ്പോട്ടുള്ള ജീവിതം നല്ലതാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആശ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നിൽക്കുക, ക്രിപ്പിൾഡായി, ജോലി ചെയ്യാൻ പറ്റുകയില്ല, കിടപ്പായി. നോക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെ അല്ലെന്ന് പറയുമോ? ഒന്നിച്ച് താമസിക്കുന്ന ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാം പ്ലീസ്. നിങ്ങൾ അസുഖമാണെങ്കിൽ, മാനസികമായ അസുഖത്തിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കളയുകയാണോ വേണ്ടത്? അദ്ദേഹത്തിൽ നിന്ന് മാറി ജീവിക്കുകയാണോ വേണ്ടത്? അതോ അദ്ദേഹത്തെ നോക്കി ആ അസുഖത്തിന് ചികിത്സ ചെയ്ത് അദ്ദേഹത്തെ മടക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണോ? സ്വന്തം കുട്ടികളുടെ 2 കുട്ടികളുടെ അച്ഛനാണ്. അതിന് ഒരു പരിശ്രമം നടത്താനായിട്ട് മാഡം പറഞ്ഞപ്പോൾ നിങ്ങൾ തയ്യാറാവാത്തത് ശരിയല്ലെന്ന് അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വരെ 15 വർഷമായിട്ടും നിങ്ങളെ മാരകമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. പേടിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനും, സ്വബോധമുള്ള മനുഷ്യൻ, മാനസികമായൊരു അസുഖമില്ലെങ്കിൽ ഇതുപോലെയുള്ളതായ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ തോന്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ളതായ ഒരു അദ്ദേഹം ഈ ചിരിച്ചു കാണിക്കുന്നതായ ഈ മുഖത്തിൻ്റെ ഉടമസ്ഥൻ മാത്രമല്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ തിരസ്കരിച്ചുകൊണ്ട് 2 കുട്ടികൾക്ക് അച്ഛനില്ലാതെ ആക്കുന്നത് ശരിയാണോ? നാളെ കുട്ടികൾ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടാവില്ല. ആ ശ്രമം നിങ്ങൾ നടത്തിയിട്ട് ശരി അദ്ദേഹത്തെ വേണ്ട എന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഭർത്താവും ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ അവസാനം വരെ കാണത്തുള്ളൂ. മക്കളും മാതാപിതാക്കളും ഒക്കെ നമ്മളെ ഇടയ്ക്ക് വിട്ടുപോകും. ഇപ്പം നിങ്ങൾക്ക് 2-3 ഉത്തരവാദിത്തങ്ങൾ. ഒന്ന്, പുഷ്പാകനെ സംബന്ധിച്ചോളം ആഷയുടെ ലൈഫിന് ഒരു ഗ്യാരണ്ടി കൊടുക്കണം. അതുപോലെ ആഷ പുഷ്പാകൻ്റെ ലൈഫിന് ഗ്യാരണ്ടി കൊടുക്കണം. രണ്ടുപേരും, സാറും മാഡവും ഷിലാമ്മക്കും പറഞ്ഞ പോലെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. ഇവിടെ വന്ന ആൻറ്റിയോ ഞങ്ങളോ ആരോ ഗ്യാരണ്ടികളല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, മൂത്ത മോൻ 15 വയസ്സായി, ഇളയ കുട്ടി അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നു. അവർക്കിപ്പം അപ്പൻ്റെ അമ്മയുടെയും യോജിച്ചുള്ള സഹകരണം വേണ്ട സമയമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഡ്രഗ്സും മറ്റൊത്തിരി പ്രോബ്ലംസ് ഉള്ള സമയമാണ്. അവരുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന സമയം. ഈ സമയങ്ങളിൽ നിങ്ങളുടെ അപ്പനും അമ്മയുടെയും പൂർണ്ണമായ സഹകരണം വേണ്ടതാണ്. ആശയം വിദ്യാഭ്യാസമുള്ളതാണ്. പുഷ്പാകരനും നല്ല വായനയും ഒക്കെയുള്ള ശീലമുള്ള നല്ല ഒരു ആളാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം പുഷ്പാകരന് ആവശ്യം ഒരു കൗൺസിലിംഗ് ആണ്. അതിന് ആശയ്ക്കും ആവശ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് 2 പേർക്കും കൗൺസിലിങ്ങിന് ആവശ്യമുണ്ട്. നിങ്ങൾ 2 കൂടെ ജോയിൻ്റായിട്ട് പോയി ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരു ജീവിതം തല്ലിപ്പിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് പുഷ്പാകരൻ്റെ പറച്ചിലിനകത്ത് ആശയെക്കുറിച്ച് വേറെ ഒരു കുഴപ്പങ്ങളും പറഞ്ഞില്ല. ചെറിയ സംശയങ്ങളും ആശങ്കകളും മാത്രം. ആശ വിദ്യാഭ്യാസമുള്ള ആളാണ്, തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പ്രാപ്തിയാണ്. അത് മനസ്സിലാക്കാൻ കാരണം പുഷ്പാകരൻ ഇപ്പോൾ ഇവിടെ തന്നെ പൈസ തരാൻ ചോദിച്ചപ്പം, കുട്ടികൾ ചിലർ ചോദിച്ചപ്പം പൈസയ്ക്ക് താഴോട്ട് വരികയാണ്. കാര്യം പുഷ്പാകരന് സാമ്പത്തികം അത്ര കണ്ടില്ല എന്ന് അറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ആശ ഇപ്പോൾ SBI ലൈഫിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി, അതുപോലത്തെ ജോലി തുടരുക. പുഷ്പാകരൻ്റെ ജീവിതമായിട്ട് തുടർന്നും പോയാൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ വേറിട്ട് പോയി കഴിഞ്ഞാൽ 2 പേരുടെയും ജീവിതം, ആഷയ്ക്ക് പിന്നെ ഒരു നല്ല ജീവിതവും പുഷ്പാകരന് പിന്നെ നല്ല ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നമുക്ക് പ്രതീക്ഷിക്കുന്ന ചിന്തിക്കുന്നതിന് അപ്പുറമായി പോകും. അതുകൊണ്ട്
ഇവിടെ അദാലത്ത് പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും കൂടെ പരസ്പരം വിട്ടുവീഴ്ചകൾ തയ്യാറായിട്ട് കൗൺസിലിങ്ങിന് പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെയും ജീവിതം ധന്യമാക്കി മുന്നോട്ട് പോകാനാണ് എനിക്കും പറയാനുള്ളത്. ചെറിയ പൊരുത്തക്കേടുകളും വലിയ സ്നേഹവും, അതാണ് ആശയും പുഷ്പാകരനും തമ്മിലുള്ള ബന്ധം. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ഒരുക്കിയ കൗൺസിലിംഗ് ഇവർക്ക് ഗുണം ചെയ്യുമോ? കൗൺസിലിങ്ങിലൂടെ കടന്നുപോയപ്പോൾ ഇവൾക്ക് എന്ത് സംഭവിച്ചു? ഇതൊക്കെ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? കാണാം ജീവിതം സാക്ഷിയിലൂടെ ഇവരുടെ പരിവർത്തനം. അദാലത്തിന്റെ അഭിപ്രായ പ്രകാരം പുഷ്പാകരനെയും ആശയെയും കൈരളി TV പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഗിരീഷിന്റെ കൗൺസിലിംഗ് സെഷനിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നടന്ന ഈ ഒരു കൗൺസിലിംഗ് ഇൻട്രാക്ഷൻ്റെ ഫലമായി രണ്ടുപേർക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്നു. പുഷ്പൻ്റെ അബദ്ധങ്ങൾ പുഷ്പ മനസ്സിലാക്കുന്നു. ആശയും താനെടുത്ത തീരുമാനങ്ങളെ വീണ്ടും പുനർവിചിന്തനത്തിന് വിധേയമാക്കുവാനും തനിക്കുണ്ടായ മനോഭാവത്തിലെ തെറ്റുകൾ തിരുത്തുവാനും തയ്യാറാവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലവുമായി, മനോഭാവത്തിലെ മാറ്റത്തിൻ്റെ ഫലവുമായി പുതിയൊരു ആരോഗ്യകരമായ കുടുംബജീവിതത്തിലേക്ക് അവർ കാൽവെച്ച് മുന്നോട്ട് നീങ്ങുമെന്ന പ്രതീക്ഷയിൽ രണ്ടുപേർക്കും എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഹർജിയിലെ കക്ഷികളായ പുഷ്പാകരനും ആശയും തമ്മിലുള്ള തർക്കങ്ങൾ രമ്യമായി പറഞ്ഞു തീർത്ത് ഇന്നു മുതൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പുഷ്പാകരനെയും ആശയെയും ക്ഷണിക്കുന്നു. ഞങ്ങൾക്കും ആഹ്ലാദമുണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ ചേർത്ത് വയ്ക്കാനായതിൽ, ചെറിയ പൊരുത്തക്കേടുകളിൽ നിന്ന് അവരെ കരകയറ്റാനായതിൽ. പുതിയൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇത്തരം ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കുണ്ടോ? എങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 695034. ടെലിഫോൺ 9847820096.